നാട്ടുകാർ അദ്ദേഹത്തെ അത്ഭുതത്തോടെ നോക്കി. ഇന്നലെ വരെ പറമ്പിൽ കളിച്ചു നടന്ന ചെക്കൻ ഇന്ന് സംസ്കൃതത്തിൽ കാളിദാസനെ പോലെ ശ്ലോകങ്ങൾ ചൊല്ലുന്നു. ചിലർക്ക് ബഹുമാനം തോന്നി, ചിലർക്ക് അസൂയയും. ഇവനൊക്കെ ഇതെവിടുന്ന് പഠിച്ചു എന്ന അടക്കം പറച്ചിലുകൾ നാട്ടിൽ പരന്നു. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കാൻ അദ്ദേഹത്തിന് സമയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മനസ്സിൽ അപ്പോൾ വലിയൊരു പദ്ധതി രൂപപ്പെടുകയായിരുന്നു. ആ പദ്ധതിയാണ് പിന്നീട് കേരളത്തിന്റെ ചരിത്രം മാറ്റിയത്. ദേശാടനത്തിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ പാഠം എന്താണെന്ന് വെച്ചാൽ, ഭാഷ എന്നത് മനുഷ്യരെ ഒന്നിപ്പിക്കാനുള്ളതാണ്, അകറ്റാനുള്ളതല്ല. സംസ്കൃതം ദൈവങ്ങളുടെ ഭാഷയാണെങ്കിൽ മലയാളം മനുഷ്യരുടെ ഭാഷയാകണം. ആ മനുഷ്യരുടെ ഭാഷയെ ദൈവങ്ങളുടെ ഭാഷയോളം ഉയർത്തണം. അതാണ് അദ്ദേഹം ലക്ഷ്യമിട്ടത്. അതിനായുള്ള പണിപ്പുരയിലേക്ക് കടക്കാൻ അദ്ദേഹം തയ്യാറെടുക്കുകയാണ്. ഇനി വരാൻ പോകുന്നത് വെറും എഴുത്തല്ല, ഒരു വിപ്ലവമാണ്. വെറും പേനയുമല്ല, ആയുധം. മഷിയല്ല, ചോരയും നീരുമാണ് അതിൽ നിറയ്ക്കാൻ പോകുന്നത്. യാത്ര അവസാനിച്ചു, പക്ഷേ ദൗത്യം തുടങ്ങുന്നതേയുള്ളൂ. പൊടിപിടിച്ച കാലുകളുമായി തുഞ്ചൻ പറമ്പിൽ തിരിച്ചെത്തിയ ആ യുവാവിന്റെ കണ്ണുകളിലെ തിളക്കം അത് വരാനിരിക്കുന്ന ഒരു വലിയ കൊടുങ്കാറ്റിന്റെ സൂചനയായിരുന്നു. എഴുത്തച്ഛൻ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ കേരളത്തിലെ സാഹിത്യരംഗം ഒട്ടും ആശാവഹമായിരുന്നില്ല. അന്നത്തെ കവികളുടെയും പണ്ഡിതന്മാരുടെയും കാര്യം പറഞ്ഞാൽ ഇന്നത്തെ പേജ് 3 സെലിബ്രിറ്റികളെ പോലെയായിരുന്നു അവർ. സാധാരണക്കാർക്ക് അടുക്കാൻ പറ്റാത്ത, എന്നാൽ ദൂരെ നിന്ന് നോക്കി ഹോ ഭയങ്കരം തന്നെ എന്ന് പറയേണ്ടി വരുന്ന ഒരു കൂട്ടം. അക്കാലത്ത് സാഹിത്യമെന്ന് പറഞ്ഞാൽ മണിപ്രവാളമായിരുന്നു താരം. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഗമയുണ്ടല്ലേ. മണി എന്നാൽ മാണിക്യം, പവിഴം എന്നാൽ പവിഴം. മാണിക്യവും പവിഴവും കോർത്ത മാല പോലെ മനോഹരമെന്നാണ് കവികൾ ഇതിനെ സ്വയം വിശേഷിപ്പിച്ചിരുന്നത്. പക്ഷെ പ്രശ്നം അതല്ല. മാണിക്യം എന്നത് സംസ്കൃത വാക്കുകളും പവിഴമെന്നത് മലയാള വാക്കുകളുമാണ്. ഇത് രണ്ടും കൂടി ഒരേ നൂലിൽ കോർക്കുന്ന ഒരു വിദ്യ. ഇന്നത്തെ കാലത്ത് നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് ഇംഗ്ലീഷ് വാക്കുകൾ കയറി വരില്ലേ, ഞാൻ ആകെ കൺഫ്യൂസ്ഡായി എന്നൊക്കെ പറയുന്ന പോലെ. അന്നത്തെ മണിപ്രവാളം ഏതാണ്ട് ഇതുപോലെയായിരുന്നു, പക്ഷെ കുറച്ചുകൂടി കടുകട്ടി. സംസ്കൃത വിഭക്തികളും മലയാള വാക്കുകളും കൂടി ചേർന്ന് ഒരു വല്ലാത്ത മിശ്രിതം. കേൾക്കാൻ നല്ല രസമാണ്, താളമുണ്ട്, പ്രാസമുണ്ട്. പക്ഷെ ഇതിന്റെ അർത്ഥം മനസ്സിലാകണമെങ്കിൽ സംസ്കൃത വ്യാകരണം അറിയണം. അതാണെങ്കിൽ സാധാരണക്കാരന് നിഷിദ്ധവുമാണ്. ചുരുക്കത്തിൽ കവികൾക്കു വേണ്ടി കവിത എഴുതുന്ന ഒരു കാലമായിരുന്നു അത്. അന്നത്തെ പ്രശസ്തമായ സാഹിത്യരൂപം ചമ്പു കാവ്യങ്ങളായിരുന്നു. പേര് കേട്ട് തെറ്റിദ്ധരിക്കണ്ട, ഇത് പാട്ടും ഗദ്യവും ഇടകലർത്തിയുള്ള ഒരു പ്രത്യേക രീതിയാണ്. ഇതിലെ വിഷയങ്ങളായിരുന്നു ഏറ്റവും വലിയ തമാശ. ഭൂരിഭാഗം ചമ്പുക്കളും രാജാക്കന്മാരുടെ വീരശൂര പരാക്രമങ്ങളെ വാഴ്ത്താനോ അല്ലെങ്കിൽ ദേവദാസുകളുടെ സൗന്ദര്യം വർണ്ണിക്കാനോ ആണ് ഉപയോഗിച്ചിരുന്നത്. അവളുടെ കണ്ണുകൾ താമരീതൾ പോലെ, അവളുടെ നടപ്പുമെടുപ്പും അരയാന്നത്തെ പോലെ എന്നൊക്കെ പറഞ്ഞു വർണ്ണനയോട് വർണ്ണന. രാജാവിനെ സുഖിപ്പിക്കുക, സമ്മാനം വാങ്ങിക്കുക, ഇതായിരുന്നു പല കവികളുടെയും മെയിൻ അജണ്ട. ആത്മീയതയോ ജീവിതത്തിന്റെ അർത്ഥമോ സാധാരണക്കാരന്റെ സങ്കടങ്ങളോ ഒന്നും ഈ സാഹിത്യത്തിൽ ഇടം പിടിച്ചിരുന്നില്ല. പാടത്ത് പണിയെടുക്കുന്ന കർഷകനോ വീർപ്പൊഴുക്കുന്ന തൊഴിലാളിക്കോ ഈ സാഹിത്യം കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടായിരുന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പാട്ടുകൾ ഉണ്ടായിരുന്നു, വടക്കൻ പാട്ടുകളും കൃഷിപ്പാട്ടുകളും ഒക്കെ. പക്ഷെ അവയൊന്നും സാഹിത്യം എന്ന ലേബലിൽ പെടുത്താൻ അന്നത്തെ പണ്ഡിതന്മാർ സമ്മതിക്കില്ല. അതൊക്കെ നാടൻ പരിപാടികൾ. സാഹിത്യമാവണമെങ്കിൽ 4 സംസ്കൃത വാക്കെറിയണമെന്നതായിരുന്നു ലൈൻ. എഴുത്തച്ഛൻ ഈ കാട്ടിക്കൂട്ടലുകളെല്ലാം കണ്ടു നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തിന് വല്ലാത്തൊരു മടുപ്പ് തോന്നി. ഭാഷ എന്നത് ആശയവിനിമയത്തിനുള്ളതല്ലേ, അല്ലാതെ പാണ്ഡിത്യം കാണിക്കാനുള്ള അഭ്യാസ പ്രകടനമല്ലല്ലോ എന്ന് അദ്ദേഹം ചിന്തിച്ചു. ഒരു വശത്ത് അർത്ഥം മനസ്സിലാകാത്ത മണിപ്രവാളത്തിന്റെ ആഡംബരം, മറുവശത്ത് ആഴത്തിലുള്ള ചിന്തകളില്ലാത്ത നാടൻ പാട്ടുകൾ. ഇതിനിടയിൽ കിടന്ന് യഥാർത്ഥ ഭക്തിയും അറിവും ശ്വാസം മുട്ടുകയായിരുന്നു. ജനങ്ങൾക്ക് വേണ്ടത് ആത്മാവിനെ തൊടുന്ന എന്തെങ്കിലുമായിരുന്നു. വെറും കാമുകന്മാരുടെ വർണ്ണനകൾ കേട്ട് അവർ മടുത്തു തുടങ്ങിയിരുന്നു. ഈ സാഹിത്യരീതി ഒരു വലിയ മതിൽക്കെട്ട് പോലെയായിരുന്നു. ആ മതിലിന്റെ ഒരറ്റത്ത് സംസ്കൃതം പഠിച്ച നമ്പൂതിരിമാരും രാജാക്കന്മാരും ഇരുന്നു രസിക്കുന്നു. മതിലിന്റെ മറ്റേ അറ്റത്ത് ഒന്നും മനസ്സിലാകാതെ വാ പൊളിച്ചു നിൽക്കുന്ന സാധാരണ ജനങ്ങൾ. ഇത് ശരിയല്ല, ഈ മതിൽ പൊളിച്ചേ പറ്റൂ എന്ന് എഴുത്തച്ഛൻ ഉറപ്പിച്ചു.
പക്ഷെ മണിപ്രവാളത്തെ പൂർണ്ണമായും തള്ളിക്കളയാനും പറ്റില്ല. കാരണം സംസ്കൃതത്തിന് അതിൻ്റേതായൊരു ഗാംഭീര്യമുണ്ട്. ആ ഗാംഭീര്യം കളയാതെ എന്നാൽ സാധാരണക്കാരന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഒരു പുതിയ ശൈലി, അതായിരുന്നു അദ്ദേഹത്തിന്റെ സ്വപ്നം. ഭാഷയിലെ ഈ പ്രതിസന്ധി വെറുമൊരു സാഹിത്യ പ്രശ്നമായിരുന്നില്ല, അതൊരു സാമൂഹിക പ്രശ്നം കൂടിയായിരുന്നു. അന്നത്തെ കാലത്ത് അറിവുള്ളവൻ അറിവില്ലാത്തവനെ ഭരിക്കുന്ന അവസ്ഥയായിരുന്നു. ഭാഷ കൈകാര്യം ചെയ്യുന്നവർക്കായിരുന്നു അധികാരം. അതുകൊണ്ടുതന്നെ ഭാഷ ലളിതമാക്കിയാൽ തങ്ങളുടെ അധികാരം പോകുമോ എന്ന് അന്നത്തെ ഉന്നതർ ഭയന്നിരുന്നു. എടാ കൂവേ, ഇത്ര ലളിതമായി എഴുതിയാൽ പിന്നെ നമ്മളെ ആര് ബഹുമാനിക്കും എന്ന ചിന്ത അവർക്കുണ്ടായിരുന്നിരിക്കണം. എഴുത്തച്ഛൻ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഇതായിരുന്നു. എങ്ങനെയാണ് ഇതിഹാസങ്ങളിലെ വലിയ വലിയ തത്വചിന്തകൾ, ധർമ്മം, കർമ്മം, മോക്ഷം തുടങ്ങിയവ മീൻപിടുത്തക്കാരനും ചെത്തുകാരനും മനസ്സിലാകുന്ന രീതിയിൽ അവതരിപ്പിക്കുക? മണിപ്രവാളം ഉപയോഗിച്ചാൽ അവർക്ക് മനസ്സിലാകില്ല. തനിനാടൻ മലയാളം ഉപയോഗിച്ചാൽ അതിന് ഇതിഹാസങ്ങളെ താങ്ങാനുള്ള ശക്തിയുണ്ടോ എന്ന് സംശയമാണ്. അന്നത്തെ നാടൻ മലയാളത്തിന് പദസമ്പത്ത് കുറവായിരുന്നു. ബ്രഹ്മം എന്നോ ആത്മാവ് എന്നോ ഒക്കെ പറയാൻ പറ്റിയ വാക്കുകൾ നാടൻ ഭാഷയിലില്ല. ഇതൊരു വല്ലാത്ത ധർമ്മസങ്കടമായിരുന്നു. ഒരു പാലം പണിയണം, പക്ഷെ പണിയാനുള്ള സിമന്റും കമ്പിയും കയ്യിലില്ലാത്ത അവസ്ഥ. ഉള്ളത് കുറച്ച് മണ്ണും ചെളിയും മാത്രം. അത് വെച്ചിങ്ങനെ ആകാശത്തോളം ഉയരമുള്ള ഒരു പാലം പണിയുമെന്നത് ആരെയും കുഴപ്പിക്കുന്ന ചോദ്യമാണ്. എഴുത്തച്ഛൻ പക്ഷേ ഒരു ലിംഗ്വിസ്റ്റിക് എഞ്ചിനീയർ അഥവാ ഭാഷ എഞ്ചിനീയർ ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം മനസ്സിലാക്കി, സംസ്കൃതത്തെ വെറുതെ തർജ്ജിമ ചെയ്താൽ പോരാ, അതിനെ മലയാളത്തിന്റെ സ്വഭാവത്തിലേക്ക് ഉരുക്കി ഒഴിക്കണം. അദ്ദേഹം അന്നത്തെ ചമ്പു കവികളെപ്പോലെ രാജാവിന് സുഖിപ്പിക്കാൻ കവിത എഴുതാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടത് ജനങ്ങളുടെ മനസ്സിലെ ഇരുട്ടുമാറ്റുന്ന വെളിച്ചമായിരുന്നു. അദ്ദേഹം ആലോചിച്ചു, ഈ ജനങ്ങൾ ദിവസവും കാണുന്ന കേൾക്കുന്ന കാര്യങ്ങൾ വെച്ച് വേണം കാര്യങ്ങൾ പറയാൻ. പക്ഷെ അതിനൊരു പുതിയ താളം വേണം. പാടത്ത് പണിയെടുക്കുമ്പോൾ പാടുന്ന പാട്ടിന്റെ താളം പോരാ രാമായണം പറയാൻ. വള്ളംകളിപ്പാട്ടിന്റെ ആവേശവും പോരാ. മനസ്സിന് ശാന്തി നൽകുന്ന, ഒഴുക്കുള്ള, എന്നാൽ ഗൗരവമുള്ള ഒരു താളം. ഈ അന്വേഷണമാണ് അദ്ദേഹത്തെ മലയാള ഭാഷയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പരീക്ഷണത്തിലേക്ക് നയിച്ചത്. നിലവിലുള്ള കവിതാരീതികളൊന്നും അദ്ദേഹത്തിന് തൃപ്തി നൽകിയില്ല. ഗാഥ, പാട്ട്, ചമ്പു ഒന്നും അദ്ദേഹത്തിന്റെ ഭാവനയ്ക്കിണങ്ങുന്നില്ല. അദ്ദേഹം ഒരു പുതിയ പാത വെട്ടിത്തുറക്കാൻ തീരുമാനിച്ചു. കാട്ടിലൂടെ വഴിയില്ലാത്തപ്പോൾ നമ്മൾ സ്വന്തമായി വഴിവെട്ടാറില്ലേ, അതുപോലെ. അദ്ദേഹത്തിന് അറിയാമായിരുന്നു താൻ ചെയ്യാൻ പോകുന്നത് വലിയൊരു റിസ്ക് ആണെന്ന്. സംസ്കൃത പണ്ഡിതന്മാർ കളിയാക്കും, ഇവൻ ഭാഷയെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് എന്നവർ കുറ്റപ്പെടുത്തും. മറുഭാഗത്ത് സാധാരണക്കാർക്ക് ഇത് ഇഷ്ടപ്പെടുമോ എന്നും ഉറപ്പില്ല. പക്ഷേ എഴുത്തച്ഛൻ തൻ്റെ ഉള്ളിലെ തോന്നലിനെ വിശ്വസിച്ചു. ഭാഷ എന്നത് ഒഴുകുന്ന പുഴ പോലെയാകണം, കെട്ടിക്കിടക്കുന്ന കുളം പോലെയാകരുത്. കുളത്തിൽ പായൽ മൂടും, പുഴയിൽ എപ്പോഴും പുതുവെള്ളമാണ്. ഇങ്ങനെ പഴയതും പുതിയതും തമ്മിലുള്ള സംഘർഷത്തിനിടയിൽ, മണിപ്രവാളത്തിന്റെ കൃത്രിമത്വത്തിനും നാടൻ പാട്ടിന്റെ ലാളിത്യത്തിനുമിടയിൽ എഴുത്തച്ഛൻ തന്റെ തൂലിക കൂർപ്പിച്ചു വെച്ചു. വരാൻ പോകുന്ന മാറ്റം വെറുമൊരു എഴുത്ത് രീതിയല്ല, മറിച്ച് മലയാളിയുടെ ചിന്താശേഷിയെ തന്നെ ഉടച്ചുവാർക്കുന്ന ഒന്നായിരിക്കും എന്ന് അദ്ദേഹം മുൻകൂട്ടി കണ്ടിട്ടുണ്ടാകാം. ആ മാറ്റത്തിന് ഒരു കിളിയുടെ ശബ്ദം ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നിത്തുടങ്ങിയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ നമ്മുടെ എഴുത്തച്ഛൻ വലിയൊരു പ്രതിസന്ധിക്ക് മുന്നിൽ നിൽക്കുകയാണ്. രാമായണം പോലെ ഒരു വലിയ ഇതിഹാസം മലയാളത്തിൽ എഴുതണം. പക്ഷേ ഞാനാണ് ഇതെഴുതുന്നത് എന്ന ഭാവം ഒട്ടും വരാനും പാടില്ല. കാരണം അക്കാലത്ത് അഹംഭാവം അല്ലെങ്കിൽ ഈഗോ എന്നത് ഒരു എഴുത്തുകാരന്, പ്രത്യേകിച്ച് ഭക്തികാവ്യം എഴുതുന്ന ഒരാൾക്ക് ഒട്ടും ചേരാത്ത ഒന്നാണ്. താനൊരു പണ്ഡിതനാണെന്ന് കാണിക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചില്ല. മാത്രമല്ല, വേദങ്ങളും പുരാണങ്ങളും ശൂദ്രനായ താൻ നേരിട്ട് വിവർത്തനം ചെയ്തു എന്ന് പറഞ്ഞാൽ അത് വലിയൊരു വിവാദമാകും. യാഥാസ്ഥിതികർ വാളെടുക്കും. ഇവൻ ആരാടാ ദൈവത്തിന്റെ കഥ തിരുത്തി പറയാൻ എന്ന് ചോദിക്കും. ഇവിടെയാണ് എഴുത്തച്ഛൻ തന്റെ മാസ്റ്റർ ബ്രെയിൻ ഉപയോഗിക്കുന്നത്. ആധുനിക കാലത്ത് നമ്മൾ സിനിമകളിൽ കാണാറില്ലേ, ഈ കഥയിലെ കഥാപാത്രങ്ങൾ സാങ്കല്പികം മാത്രം എന്നൊരു ഡിസ്ക്ലെയിമർ, അല്ലെങ്കിൽ വലിയ വലിയ വിവാദങ്ങൾ ഒഴിവാക്കാൻ വേറൊരാളെ കൊണ്ട് കാര്യം പറയിക്കുന്ന തന്ത്രം. ഏതാണ്ട് അതേപോലൊരു സൂത്രപ്പണിയാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. അദ്ദേഹം തീരുമാനിച്ചു, ഈ കഥ ഞാൻ പറയില്ല, പകരം ഒരു കിളിയെ കൊണ്ട് പറയിക്കും. അതേ സുഹൃത്തുക്കളെ, അതാണ് ചരിത്രപ്രസിദ്ധമായ കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന്റെ ജനനം. എന്തുകൊണ്ടാണ് അദ്ദേഹം ഒരു കിളിയെ തന്നെ തിരഞ്ഞെടുത്തത്?
അതൊരു വെറും കിളിയല്ല. അറിവിന്റെ ദേവതയായ സരസ്വതിയുടെ കയ്യിലിരിക്കുന്ന തത്തയാണത്, വാഗ്ദേവതയുടെ വാഹനം. അപ്പോൾ ആ കിളി പറയുന്ന വാക്കുകൾക്ക് ദൈവികമായ ഒരു പരിവേഷം കിട്ടും. ഇത് ഞാനല്ല പറയുന്നത്, സാക്ഷാൽ ദേവിയുടെ കിളിയാണ് എന്ന് വരുത്തി തീർക്കുമ്പോൾ അവിടെ എഴുത്തച്ഛൻ എന്ന വ്യക്തി അപ്രത്യക്ഷമാകുന്നു. അദ്ദേഹം വെറുമൊരു കേൾവിക്കാരൻ മാത്രമായി മാറുന്നു. എത്ര മനോഹരമായ വിനയം അല്ലേ! സ്വന്തം പേര് പോസ്റ്ററിൽ വെക്കാൻ അടിപിടി കൂടുന്ന ഇന്നത്തെ കാലത്ത് സ്വന്തം കൃതിയുടെ ക്രെഡിറ്റ് മുഴുവൻ ഒരു പച്ചക്കിളിക്ക് കൊടുക്കാൻ കാണിച്ച ആ മനസ്സ് വലിയൊരു അത്ഭുതം തന്നെയാണ്. ഈ തന്ത്രം വിജയിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയുണ്ട്. കിളിയുടെ സംസാരം എപ്പോഴും മധുരമാണ്. കൊഞ്ചിയുള്ള സംസാരം ആർക്കാണ് ഇഷ്ടപ്പെടാത്തത്? കടുപ്പമേറിയ തത്വചിന്തകൾ കിളിയുടെ നാവിലൂടെ വരുമ്പോൾ അതിനൊരു പ്രത്യേക ലാളിത്യം കൈവരുന്നു. അദ്ദേഹം ആ കിളിയെ വിളിക്കുന്നതും എത്ര സ്നേഹത്തോടെയാണെന്ന് നോക്കൂ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പെണ്ണെ എന്നാണ് വിളി. അതായത് രാമന്റെ നാമം എപ്പോഴും ജപിച്ചുകൊണ്ട് നടക്കുന്ന, മംഗളകരമായ കാര്യങ്ങൾ മാത്രം പറയുന്ന പക്ഷി. അതിനെ അടുത്തു വിളിച്ച് പഴം കൊടുത്ത് മടിയിലിരുത്തി കൊഞ്ചിക്കുന്നത് പോലെയാണ് കാവ്യത്തിന്റെ തുടക്കം. ഇതൊരു സേഫ് ഗെയിം കൂടിയായിരുന്നു. നാളെ ആരെങ്കിലും വന്ന്, എടാ നീ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ വേദങ്ങൾക്ക് നിലക്കുന്നതല്ലല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് കൈമലർത്താം. അയ്യോ ഞാനല്ല സാറേ, ആ കിളി പറഞ്ഞതാണ് ഞാൻ പകർത്തി എഴുതിയത് എന്ന് പറയാമല്ലോ. തമാശയായി പറഞ്ഞതാണെങ്കിലും ഇതിൽ കാര്യമുണ്ട്. അപൗരുഷേയത്വം എന്ന് സംസ്കൃതത്തിൽ പറയും. അതായത് മനുഷ്യനുണ്ടാക്കിയതല്ല, ദൈവികമാണ് എന്ന് വരുത്തി തീർക്കുക. അതിനീ കിളിപ്പാട്ട് രീതി അദ്ദേഹത്തെ വല്ലാതെ സഹായിച്ചു. കൂടാതെ സരസ്വതീ ദേവിക്ക് നിവേദിച്ച പാൽ കുടിച്ച കിളിയാണിതെന്നും അതുകൊണ്ട് ഇതിന്റെ നാവിലൂടെ വരുന്നതെല്ലാം സത്യമായിരിക്കുമെന്നും ഒരു വിശ്വാസമുണ്ട്. ആ കിളിയെ വിളിക്കുന്ന രംഗം ഭാവനയിൽ കണ്ടു നോക്കൂ. തുഞ്ചൻ പറമ്പിലെ ആ കാഞ്ഞിര മരത്തിന്റെ ചുവട്ടിലിരുന്ന് മുകളിൽ എവിടെയോ ഇരിക്കുന്ന ഒരു സാങ്കല്പിക കിളിയെ അദ്ദേഹം മാടി വിളിക്കുന്നു. വരിക വരിക എന്ന് തുടങ്ങുന്ന ആ വരികളിൽ തന്നെ ഒരു ഒഴുക്കുണ്ട്. ആ ഒഴുക്ക് തന്നെയാണ് പിന്നീട് മലയാള കവിതയുടെ മുഴുവൻ താളമായി മാറിയത്. കിളിപ്പാട്ട് എന്നത് വെറുമൊരു കഥ പറയൽ മാത്രമല്ല, അതൊരു സംഗീത സാന്ദ്രമായ അനുഭവമാണ്. കിളി കൊഞ്ചുന്നത് പോലെ നിർത്താതെ ഒഴുകുന്ന വരികൾ. നമ്മൾ നേരത്തെ പറഞ്ഞ മണിപ്രവാളത്തിന്റെ ആ മുരടൻ സ്വഭാവം ഇവിടെയില്ല. പകരം ആർക്കും കൂടെ പാടാൻ തോന്നുന്ന താളം, കേക, കാകളി, അന്നനട തുടങ്ങിയ വൃത്തങ്ങളാണ് അദ്ദേഹം ഇതിനായി ഉപയോഗിച്ചത്. പേരുകേട്ട് ഞെട്ടണ്ട, സംഗതി സിമ്പിളാണ്. നടക്കുമ്പോഴോ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ മൂളാൻ പറ്റുന്ന ഈണങ്ങൾ. എഴുത്തച്ഛൻ കിളിയോട് പറയുന്നു, നീ മടിക്കാതെ പറയൂ. അപ്പോൾ കിളി പറയുന്നു, എനിക്ക് പേടിയാവുന്നു, ഞാൻ വെറുമൊരു പക്ഷിയല്ലേ. ഉടനെ കവി അതിന് ധൈര്യം കൊടുക്കുന്നു, പേടിക്കണ്ട, നിന്റെ നാവിൽ സരസ്വതി വസിക്കുന്നുണ്ടേ. ഈ ഒരു സംഭാഷണത്തിലൂടെ അദ്ദേഹം വായനക്കാരെയും കഥയിലേക്ക് വലിച്ചിടുകയാണ്. നമ്മളും അറിയാതെ ആ കിളിയുടെ പാട്ട് കേൾക്കാൻ കാത്തിരുന്നു പോകും. മറ്റൊരു രസകരമായ കാര്യം, ഈ കിളിപ്പാട്ട് രീതി വന്നതോടെ കവിതയ്ക്ക് ഒരു ഡ്രമാറ്റിക് എഫക്റ്റ് കിട്ടിയെന്നതാണ്. വെറുതെ കുറെ കാര്യങ്ങൾ എഴുതി വെക്കുന്നതിന് പകരം ഒരാൾ മറ്റൊരാളോട് കഥ പറയുന്ന രീതി, ഇത് കേൾവിക്കാരനെ കൂടുതൽ അടുപ്പം തോന്നിപ്പിക്കും. മുത്തശ്ശി കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നത് പോലെ. പിന്നെ എന്ത് സംഭവിച്ചു എന്ന ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കും. കിളി ഇടയ്ക്ക് നിർത്തും, ചോദ്യങ്ങൾ ചോദിക്കും, വീണ്ടും പാടും. അങ്ങനെ ഒട്ടും ബോറടിപ്പിക്കാതെ ഇതിഹാസം മുഴുവൻ പറഞ്ഞു തീർക്കുന്നു. ഈ കിളിപ്പാട്ട് ശൈലിയിലൂടെ അദ്ദേഹം സാധിച്ചെടുത്ത മറ്റൊരു വിപ്ലവം കൂടിയുണ്ട്. താൻ അതുവരെ പഠിച്ച സംസ്കൃത പദങ്ങളെ മലയാളത്തിന്റെ ഉച്ചാരണത്തിന് വഴങ്ങുന്ന രീതിയിൽ അദ്ദേഹം മാറ്റിയെടുത്തു. കിളിയുടെ നാവിന് വഴങ്ങാത്ത വാക്കുകൾ അദ്ദേഹം ഒഴിവാക്കി, വഴങ്ങുന്നവ മാത്രം എടുത്തു. അങ്ങനെ മലയാളത്തിന് ചേരുന്ന ഒരു പുതിയ പദസമ്പത്ത് തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. കടുപ്പമുള്ള സംസ്കൃത വാക്കുകൾ കിളിയുടെ ചുണ്ടിലൂടെ പുറത്തു വന്നപ്പോൾ അത് തേനും പാലും പോലെ മധുരമുള്ളതായി മാറി. അങ്ങനെ അഹങ്കാരത്തിന്റെ ഭാരമില്ലാതെ, പണ്ഡിതൻ നാട്യങ്ങളില്ലാതെ ഒരു ചെറിയ കിളിയുടെ രൂപത്തിൽ മലയാള സാഹിത്യം ചിറകു വിരിച്ചു. ശ്രീരാമൻദേവന്റെ ചരിതം ചൊല്ലിയിടുവാൻ എന്ന് കിളിയോട് ആവശ്യപ്പെടുമ്പോൾ അത് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ ആഗ്രഹിച്ച കാര്യമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ കിളിയുടെ ശബ്ദം തുഞ്ചൻ പറമ്പിൽ നിന്നുയർന്നു. അത് കാറ്റിലൂടെ പടർന്ന് കേരളത്തിലെ ഓരോ വീടുകളിലേക്കും എത്തി. ഓരോ അധ്യായം കഴിയുമ്പോഴും കിളിക്ക് വിശ്രമം കൊടുക്കുന്നതും പഴം കൊടുക്കുന്നതും ഒക്കെ കവി ഭാവനയിൽ കാണുന്നുണ്ട്. ഇത് ആ കാവ്യത്തിന് ഒരു റിയലിസ്റ്റിക് ടച്ച് നൽകുന്നു. നമ്മൾ വായിക്കുന്നത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് നമ്മുടെ മുറ്റത്തെ മരത്തിലിരുന്ന് ഒരു കിളി പാടുന്ന പാട്ടാണെന്ന തോന്നൽ. ഈയൊരു ഫീലാണ് കിളിപ്പാട്ടിനെ ഇന്നും ജനപ്രിയമാക്കി നിലനിർത്തുന്നത്. ആരും കാണാതെ
ആരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റാതെ ഇരുന്ന ഒരു പച്ചക്കിളി പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു ജനതയുടെ മുഴുവൻ ഗുരുനാഥനായി മാറിയ കഥയാണിത്. അദ്ദേഹം തന്റെ ഈഗോയെ ആ കിളിയുടെ കാലിൽ കെട്ടിവെച്ചു. എന്നിട്ട് ആ കിളിയെ ആകാശത്തേക്ക് പറത്തിവിട്ടു. ആ പറക്കലിൽ മലയാള ഭാഷയും കൂടെ ഉയർന്നു. ഇന്ന് നമ്മൾ മലയാളം അക്ഷരമാല പഠിക്കുമ്പോൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് കൊച്ചുകുട്ടികൾ പാടുന്നത് കേൾക്കുമ്പോൾ ഓർക്കുക, ആ തത്ത വെറുമൊരു തത്തയല്ല, അത് നൂറ്റാണ്ടുകൾക്ക് മുൻപേ എഴുത്തച്ഛൻ നമുക്കായി മെരുക്കിയെടുത്ത ആ പൈങ്കിളിയുടെ പിന്മുറക്കാരാണ്. സുഹൃത്തുക്കളെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചരിത്രത്തിലെ ഒരു വലിയ കവലയിലാണ്. എഴുത്തച്ഛൻ തന്റെ ഇതിഹാസ രചനയ്ക്ക് തയ്യാറെടുക്കുന്നു. എന്നാൽ ഇവിടെ എല്ലാവരെയും കുഴപ്പിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹം സാക്ഷാൽ വാൽമീകി മഹർഷി എഴുതിയ ഒറിജിനൽ രാമായണം തിരഞ്ഞെടുത്തില്ല? വാൽമീകിയുടേതാണല്ലോ ആധികാരികം. എന്നിട്ടും അദ്ദേഹം തിരഞ്ഞെടുത്തത് അധ്യാത്മരാമായണമെന്ന അക്കാലത്ത് അത്രയൊന്നും പ്രശസ്തിയില്ലാതിരുന്ന ഒരു സംസ്കൃത ഗ്രന്ഥമാണ്. ഇത് വെറുമൊരു യാദൃച്ഛികതയല്ല, മറിച്ച് കൃത്യമായ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിരുന്നു. നമുക്കിതിന്റെ ലോജിക് ഒന്ന് പരിശോധിക്കാം. വാൽമീകിയുടെ രാമായണത്തിൽ രാമൻ ആരാണ്? അദ്ദേഹം പുരുഷോത്തമനാണ്, അതായത് മനുഷ്യരിൽ ഏറ്റവും ഉത്തമനായവൻ. പക്ഷേ അടിസ്ഥാനപരമായി മനുഷ്യനാണ്. അദ്ദേഹത്തിന് വിശക്കുന്നുണ്ട്, ദാഹിക്കുന്നുണ്ട്, ഭാര്യയെ കാണാതെ കാട്ടിലൂടെ നടന്ന് പൊട്ടിക്കരയുന്നുണ്ട്. സാധാരണക്കാരന്റെ സങ്കടങ്ങളും ദേഷ്യവുമെല്ലാം വാൽമീകിയുടെ രാമനുണ്ട്. എന്നാൽ എഴുത്തച്ഛന് വേണ്ടതിതല്ലായിരുന്നു. 16-ാം നൂറ്റാണ്ടിലെ കേരളീയർക്ക് വേണ്ടത് കൂടെ ഇരുന്ന് കരയുന്ന ഒരു രാജാവിനെയല്ല, മറിച്ച് സങ്കടങ്ങളിൽ നിന്ന് കരകയറ്റുന്ന ഒരു ദൈവത്തെയാണ്. അതുകൊണ്ട് അദ്ദേഹം അധ്യാത്മരാമായണം തിരഞ്ഞെടുത്തു. ഇതിൽ രാമൻ വെറും മനുഷ്യനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്, ഭൂമിയിലെ സകല ചരാചരങ്ങളെയും നിയന്ത്രിക്കുന്ന ദൈവം. ഇവിടെ രാമൻ ഒന്നും അറിയാത്ത അവസ്ഥയില്ല. സീതയെ രാവണൻ കൊണ്ടുപോകുമെന്നും യുദ്ധം നടക്കുമെന്നുമെല്ലാം മുൻകൂട്ടി അറിയാവുന്ന, എല്ലാറ്റിനും സാക്ഷിയായി നിൽക്കുന്ന ദൈവം. ഭക്തിപ്രസ്ഥാനത്തിന്റെ കാലത്ത് ജനങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഈ ദൈവീക പരിവേഷം അത്യാവശ്യമായിരുന്നു. പേടിക്കണ്ട, എല്ലാം ദൈവത്തിന്റെ ലീലാവിലാസങ്ങളാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ടല്ലോ, അതാണ് എഴുത്തച്ഛൻ ലക്ഷ്യമിട്ടത്. ഇനി അദ്ദേഹം ചെയ്തത് വെറും ഒരു വിവർത്തനമാണോ? ഒരിക്കലുമല്ല. ഇന്നത്തെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ അതൊരു ട്രാൻസ്ക്രിയേഷൻ അല്ലെങ്കിൽ ഒരു റീമേക്ക് ആയിരുന്നു. ഒരു തമിഴ് സിനിമ മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്യുമ്പോൾ നമ്മുടെ അഭിരുചിക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്താറില്ലേ? അതുപോലെ അദ്ദേഹം മൂലകൃതിയെ അഴിച്ചു പണിതു. സംസ്കൃതത്തിൽ വെറും 4 വരിയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം ചിലപ്പോൾ 40 വരിയിൽ വർണ്ണിക്കും. നേരെ മറിച്ച് സംസ്കൃതത്തിൽ നീണ്ടു പരന്നു കിടക്കുന്ന ചില തത്വചിന്തകൾ അദ്ദേഹം 4 വരിയിൽ ചുരുക്കി പറയുകയും ചെയ്യും. ഇതാണ് ഒരു ജീനിയസിന്റെ കയ്യൊപ്പ്. ഉദാഹരണത്തിന് രാമായണത്തിലെ ചില വൈകാരിക രംഗങ്ങൾ എടുക്കാം. സീതയെ ഉപേക്ഷിക്കുന്ന ഭാഗമോ അല്ലെങ്കിൽ ബാലിവധമോ ഒക്കെ വരുമ്പോൾ വാൽമീകി രാമായണത്തിൽ വല്ലാത്തൊരു പിരിമുറുക്കമാണ്. ശരിയാണോ തെറ്റാണോ എന്ന ധർമ്മസങ്കടങ്ങൾ അവിടെയുണ്ട്. എന്നാൽ എഴുത്തച്ഛന്റെ കൃതിയിൽ ഭക്തിയുടെ കുളിർമഴയിൽ ഈ ചോദ്യങ്ങളെല്ലാം അലിഞ്ഞുപോകുന്നു. അദ്ദേഹം വായനക്കാരോട് പറയുന്നു, ഇതൊന്നും കാര്യമാക്കണ്ട, ഇതെല്ലാം മായയാണ്, രാമനാമം ജപിക്കൂ, മുക്തി നേടൂ. അദ്ദേഹം തന്റെ കവിതയിൽ വരുത്തിയ മറ്റൊരു വലിയ മാറ്റം സ്ത്രീ കഥാപാത്രങ്ങളോടുള്ള സമീപനമാണ്. കൈകേയിയെയും മന്ധരയെയുമൊക്കെ നമ്മൾ വില്ലത്തികളായിട്ടാണ് കാണാറുള്ളത്. എന്നാൽ എഴുത്തച്ഛൻ അവരെ അവതരിപ്പിക്കുന്നത് വിധയുടെ വെറും ഉപകരണങ്ങളായിട്ടാണ്. ദൈവത്തിന്റെ നാടകം നടക്കാൻ ആരോ ചിലർ വേഷം കെട്ടുന്നു, അത്രമാത്രം എന്നൊരു ഭാവം. ഇത് വായനക്കാരുടെ മനസ്സിൽ വെറുപ്പ് കുറയ്ക്കാനും ഭക്തി കൂട്ടാനും സഹായിച്ചു. ആരെയും കുറ്റപ്പെടുത്താത്ത, എല്ലാവരിലും ദൈവത്തെ കാണുന്ന ഒരു വലിയ മനസ്സ് ആ വരികൾക്ക് പിന്നിലുണ്ട്. പിന്നെ ഈ ഗ്രന്ഥത്തിന്റെ ഘടന തന്നെ അദ്ദേഹം മാറ്റിമറിച്ചു. ഓരോ കാണ്ഡം അഥവാ ചാപ്റ്റർ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും അദ്ദേഹം വായനക്കാരെ ഓർമ്മിപ്പിക്കും, ഇത് വെറുമൊരു കഥയല്ല, മോക്ഷത്തിലേക്കുള്ള വഴിയാണ്. ഇടയ്ക്കിടെ വരുന്ന സ്തോത്രങ്ങൾ അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ്. അഹല്യാമോക്ഷം, ജടായു സ്തുതി തുടങ്ങിയ ഭാഗങ്ങളൊക്കെ അദ്ദേഹം അതിമനോഹരമായി വികസിപ്പിച്ചു. മൂലകൃതിയിലില്ലാത്ത പല ഉപമകളും വർണ്ണനകളും അദ്ദേഹം കേരളീയ പശ്ചാത്തലത്തിൽ നിന്ന് എടുത്തു ചേർത്തു. അതുകൊണ്ടാണ് വായിക്കുമ്പോൾ ഇത് നമ്മുടെ സ്വന്തം നാട്ടിൽ നടന്ന കഥയാണെന്ന് തോന്നിപ്പോകുന്നത്. നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാം. ആധ്യാത്മരാമായണത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്നറിയാമോ? അതാണ് മായാ സീത എന്ന സങ്കല്പം. വാൽമീകിയുടെ രാമായണത്തിൽ സാക്ഷാൽ സീതയെ തന്നെയാണ് രാവണൻ തട്ടിക്കൊണ്ടുപോകുന്നത്.
ആ സീത ലങ്കയിലിരുന്ന് കണ്ണീരൊഴിക്കുന്നു. എന്നാൽ എഴുത്തച്ഛൻ തിരഞ്ഞെടുത്ത ആധ്യാത്മരാമായണത്തിൽ സംഗതി വേറെയാണ്. രാവണൻ വരുന്നതിന് തൊട്ടുമുൻപ് രാമൻ സീതയോട് പറയുന്നു, നീ അഗ്നിയിൽ ഒളിച്ചിരിക്കൂ, നിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റിനെ, മായാസീതയെ പുറത്തു നിർത്തൂ. അങ്ങനെ രാവണൻ കൊണ്ടുപോകുന്നത് യഥാർത്ഥ സീതയെയല്ല, വെറുമൊരു നിഴലിനെയാണ്. ഇതുകൊണ്ടെന്താണ് ഗുണം? സാക്ഷാൽ മഹാലക്ഷ്മിയായ സീതയെ ഒരസുരൻ സ്പർശിച്ചു എന്ന അശുദ്ധി ഇതിലൂടെ ഒഴിവാക്കപ്പെടുന്നു. ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ ദേവി പരിശുദ്ധയായിരിക്കണം. എഴുത്തച്ഛൻ ഈ തത്വം വളരെ ഭംഗിയായി മലയാളികൾക്ക് പറഞ്ഞുകൊടുത്തു. രാമൻ ലങ്കയിൽ ചെന്ന് യുദ്ധം ചെയ്ത് വീണ്ടെടുക്കുന്നത് ഈ മായാസീതയാണ്. പിന്നീട് അഗ്നിപരീക്ഷ സമയത്ത് മായാസീത മാറി യഥാർത്ഥ സീത തിരിച്ചു വരുന്നു. എന്തൊരു തിരക്കഥ അല്ലേ? ദൈവത്തിന്റെ മഹത്വം ഒട്ടും കുറയാതെ, എന്നാൽ കഥയുടെ ഒഴുക്ക് നിലനിർത്തുന്ന തന്ത്രം. എഴുത്തച്ഛൻ തന്റെ വരികളിലൂടെ ഒളിപ്പിച്ചു കടത്തിയ മറ്റൊരു കാര്യമുണ്ട്: അദ്വൈത വേദാന്തം. പേര് കേട്ട് ഞെട്ടണ്ട. എല്ലാം ഒന്നാണ്, ദൈവവും നീയും ഒന്നാണ് എന്ന ശങ്കരാചാര്യരുടെ തത്വം. പണ്ഡിത് സംസ്കൃത പണ്ഡിതന്മാരുടെ സ്വത്തായിരുന്നു. എഴുത്തച്ഛനത് സാധാരണക്കാരന്റെ അടുക്കളയിലെത്തിച്ചു. കണ്ടാൽ അഴകുള്ള പെണ്ണുങ്ങൾ, കണ്ണുകൾ കൊണ്ട് മയക്കുന്ന മായയുമൊക്കെ നീ എന്ന് തുടങ്ങുന്ന വരികൾ ഓർമ്മയില്ലേ? ജീവിതത്തിലെ സുഖഭോഗങ്ങൾ വെറും മായയാണെന്നും ശാശ്വതമായത് ഭക്തി മാത്രമാണെന്നും അദ്ദേഹം പാടിപ്പഠിപ്പിച്ചു. ഇന്നത്തെ TV സീരിയലുകൾ കാണുന്ന ലാഘവത്തോടെയല്ല അക്കാലത്ത് ജനങ്ങൾ ഇത് കേട്ടിരുന്നത്. സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തിവെച്ച് മുതിർന്നവർ ഇത് ഈണത്തിൽ ചൊല്ലുമ്പോൾ കേട്ടിരിക്കുന്ന കുട്ടികൾക്കും സ്ത്രീകൾക്കും അത് വലിയൊരു ആശ്വാസമായിരുന്നു. യുദ്ധവും ദാരിദ്ര്യവും രോഗങ്ങളും നിറഞ്ഞ ആ കാലഘട്ടത്തിൽ രാമൻ കൂടെയുണ്ട് എന്ന ചിന്ത നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. എഴുത്തച്ഛൻ അവർക്കു നൽകിയത് വെറുമൊരു പുസ്തകമല്ല, മറിച്ച് ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു സർവൈവൽ ഗൈഡായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഷാശൈലിയെക്കുറിച്ച് പറയാതെ വയ്യ. അതുവരെ മലയാളത്തിൽ ഇല്ലാത്തൊരു പ്രത്യേക ഒഴുക്ക്. നദി ഒഴുകുന്നതുപോലെയാണ് വരികൾ. എവിടെയും തടസ്സമില്ല. കടുപ്പമുള്ള വാക്കുകളെ അദ്ദേഹം തേച്ചു മിനുക്കിയെടുത്തു. ഉദാഹരണത്തിന്, വിഷ്ണു എന്ന് പറയുന്നതിനേക്കാൾ കാർവർണൻ എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഭംഗിയുണ്ടല്ലോ, അതാണ് എഴുത്തച്ഛൻ മാജിക്ക്. അദ്ദേഹം ഉപയോഗിച്ച വൃത്തങ്ങൾ വായനക്കാരന്റെ ശ്വാസത്തിനനുസരിച്ചുള്ളതായിരുന്നു. ചൊല്ലുന്നവന് കിതപ്പ് വരില്ല, കേൾക്കുന്നവന് മടുപ്പും വരില്ല. രാമായണത്തിന്റെ ക്ലൈമാക്സ് വരുമ്പോൾ സാധാരണഗതിയിൽ രാവണവധമാണ് പ്രധാനം. എന്നാൽ എഴുത്തച്ഛൻ ഊന്നൽ നൽകിയത് രാവണന്റെ മോക്ഷത്തിനാണ്. രാമന്റെ അമ്പേറ്റ് മരിക്കുമ്പോൾ രാവണന്റെ ഉള്ളിലെ അസുരഭാവം മാറി ഒരു ജ്യോതിസ രാമനിലേക്ക് ലയിക്കുന്നു. ശത്രുവിനെ പോലും സ്നേഹത്തോടെ മോചിപ്പിക്കുന്ന ദൈവം. ഇത് കേരളീയരുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു. പകയും വിദ്വേഷവും വെടിയാൻ അദ്ദേഹം പറയാതെ പറയുകയായിരുന്നു. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അധ്യാത്മരാമായണം കിളിപ്പാട്ട് എന്നത് മലയാളത്തിലെ ആദ്യത്തെ ബെസ്റ്റ് സെല്ലറാണ് എന്ന് നിസ്സംശയം പറയാം. പ്രിന്റിംഗ് പ്രസ് വരുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഓലകളിൽ പകർത്തിയെഴുതി കൈമാറി ഇത് കേരളം മുഴുവൻ പരന്നു. മലയാളിയുടെ നാവിൽ അക്ഷരങ്ങൾ വഴങ്ങാൻ തുടങ്ങിയത് ഈ ഗ്രന്ഥത്തിലൂടെയാണ്. വാൽമീകി കാടുവെട്ടി തെളിച്ചപ്പോൾ എഴുത്തച്ഛൻ അവിടെ ഒരു മനോഹരമായ പൂന്തോട്ടമുണ്ടാക്കിയെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഭാഷയ്ക്ക് ജീവൻ വെക്കണമെങ്കിൽ അതിന് സ്വന്തമായൊരു അസ്ഥികൂടം വേണം. ആ അസ്ഥികൂടമാണ് ലിപി അല്ലെങ്കിൽ സ്ക്രിപ്റ്റ്. എഴുത്തച്ഛൻ വരുന്നതിന് മുൻപ് കേരളത്തിലെ എഴുത്ത് രീതി ഒന്ന് കാണേണ്ടതായിരുന്നു. അക്കാലത്ത് പ്രധാനമായും ഉപയോഗിച്ചിരുന്നത് വട്ടെഴുത്ത്, കോലെഴുത്ത് തുടങ്ങിയ ലിപികളാണ്. പേരുപോലെ തന്നെ വട്ടത്തിൽ വളഞ്ഞും പുളഞ്ഞും ഇരിക്കുന്ന അക്ഷരങ്ങൾ. ഇതിന്റെ ഏറ്റവും വലിയ പ്രശ്നമെന്താണെന്നോ? ഇതിൽ കൃത്യതയില്ല. ഉദാഹരണത്തിന് പ, ബ എന്നീ ശബ്ദങ്ങൾ എഴുതാൻ ഒരേ അക്ഷരമാണ് ഉപയോഗിച്ചിരുന്നത്. പാപ്പ എന്ന് എഴുതിയതാണോ ബാബ എന്ന് എഴുതിയതാണോ എന്ന് വായിക്കുന്നവൻ ഊഹിച്ചെടുക്കണം. സാധാരണ കത്തുകളോ കണക്കുകളോ എഴുതാൻ ഈ വട്ടെഴുത്ത് ധാരാളമായിരുന്നു. അവിടെ മഴ പെയ്തു എന്നോ ഇവിടെ അരിക്ക് വില കൂടി എന്നൊക്കെ എഴുതാം. പക്ഷേ സംസ്കൃതത്തിലെ ഗൗരവമുള്ള മന്ത്രങ്ങളോ ശ്ലോകങ്ങളോ എഴുതാൻ വരുമ്പോൾ ഈ വട്ടെഴുത്ത് പണിമുടക്കും. ധർമ്മം എന്നെഴുതണമെങ്കിൽ വട്ടെഴുത്തിൽ അതിനുള്ള വഴക്കമില്ല. കാരണം സംസ്കൃതത്തിലെ മഹാപ്രാണങ്ങൾ, ഉദാഹരണത്തിന് ഖ, ഘ, ഛ, ഛ തുടങ്ങിയ കടുപ്പമുള്ള ശബ്ദങ്ങൾ വട്ടെഴുത്തിലില്ലായിരുന്നു. എഴുത്തച്ഛൻ ഈ പ്രശ്നം കൃത്യമായി തിരിച്ചറിഞ്ഞു. അദ്ദേഹം ചിന്തിച്ചു,
ഞാൻ എഴുതുന്ന അധ്യാത്മരാമായണം വട്ടെഴുത്തിൽ എഴുതിയാൽ അത് കുളമാകും. രാമൻ എന്ന് എഴുതുന്നത് ചിലപ്പോൾ രാവണൻ എന്ന് വായിച്ചാലോ? തമാശയല്ല, മന്ത്രങ്ങളുടെ ഉച്ചാരണം പിഴച്ചാൽ ഫലം മാറുമെന്ന് വിശ്വസിച്ചിരുന്ന കാലമാണത്. അതുകൊണ്ട് മലയാളത്തിന് സ്വന്തമായി കൃത്യതയുള്ള ഒരു പുതിയ ലിപി വ്യവസ്ഥ വേണമെന്ന് അദ്ദേഹം ഉറപ്പിച്ചു. ചുരുക്കി പറഞ്ഞാൽ അന്നത്തെ മലയാളം ലിപി ഒരു പഴയ നോക്കിയ ഫോൺ പോലെയായിരുന്നു. അതിൽ സ്മാർട്ട് ഫോണിലെ ആപ്പുകൾ വർക്കാകില്ല. എഴുത്തച്ഛൻ തീരുമാനിച്ചു, നമുക്കൊരു ആൻഡ്രോയിഡ് വേർഷൻ ഇറക്കണം. അങ്ങനെയാണ് അദ്ദേഹം ഗ്രന്ഥലിപി അല്ലെങ്കിൽ ആര്യ എഴുത്ത് എന്ന് വിളിക്കുന്ന ലിപിയിലേക്ക് തിരിയുന്നത്. ഇത് അക്കാലത്ത് ബ്രാഹ്മണർ സംസ്കൃതം എഴുതാൻ ഉപയോഗിച്ചിരുന്ന ലിപിയാണ്. ഇതിന് നല്ല വ്യക്തതയുണ്ട്. ഏത് കടുപ്പമുള്ള സംസ്കൃത വാക്കും ഇതിൽ കൃത്യമായി എഴുതാം. എന്നാൽ ഇതിലൊരു പ്രശ്നമുണ്ട്. ഇത് സാധാരണക്കാർക്ക് വശമില്ല. എഴുത്തച്ഛൻ ചെയ്തത് ഒരു വലിയ എഞ്ചിനീയറിംഗ് ജോലിയാണ്. അദ്ദേഹം ഈ ഗ്രന്ഥലിപിയെ എടുത്തു, അതിൽ അനാവശ്യമായ കുമ്പും വാലുമൊക്കെ ഒന്നിച്ചെത്തി മിനുക്കി. എന്നിട്ട് അതിലേക്ക് മലയാളത്തിൻ്റെ തനതായ ചില അക്ഷരങ്ങളെ, ഉദാഹരണത്തിന് ഴ, റ, ള കൂട്ടിച്ചേർത്തു. ഇതൊരു മിക്സിംഗ് ആയിരുന്നു. സംസ്കൃതത്തിന്റെ ഗാംഭീര്യവും തമിഴ് മലയാള പാരമ്പര്യത്തിന്റെ ലാളിത്യവും ഒന്നു ചേർന്ന ഒരു പുതിയ മിശ്രിതം. അങ്ങനെയാണ് നമ്മൾ ഇന്ന് കാണുന്ന വട്ടത്തിൽ സുന്ദരമായിരിക്കുന്ന ആധുനിക മലയാള ലിപി രൂപപ്പെട്ടത്. 51 അക്ഷരങ്ങൾ എന്ന മാന്ത്രിക സംഖ്യയിലേക്ക് അദ്ദേഹം മലയാളത്തെ എത്തിച്ചു. എന്തിനാണ് 51? അത് വെറുതെ ഒരു നമ്പറല്ല. മനുഷ്യന്റെ തൊണ്ടയിൽ നിന്നും നാവിൽ നിന്നും വരാവുന്ന എല്ലാ ശബ്ദങ്ങളെയും കൃത്യമായി തരംതിരിച്ച് ഓരോന്നിനും ഓരോ ചിഹ്നം നൽകി. അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനെ പോലെയാണ് ചിന്തിച്ചത്. സ്വരാക്ഷരങ്ങൾ അ, ആ, ഇ, ഈ എന്നും വ്യഞ്ജനാക്ഷരങ്ങൾ ക, ഖ, ഗ, ഘ, ങ എന്നും കൃത്യമായി തരംതിരിച്ചു. ഇതിൽ തന്നെ കണ്ഠ്യം, താലവ്യം, ഓഷ്ഠ്യം എന്നിങ്ങനെ വളരെ സയന്റിഫിക്കായ ഒരു ഓർഡർ അദ്ദേഹം കൊണ്ടുവന്നു. ഇന്ന് നമ്മൾ സ്കൂളിൽ ക, ഖ, ഗ, ഘ, ങ എന്ന് പഠിക്കുന്നത് വെറുതെയല്ല. അത് നമ്മുടെ വായുടെ ഘടനയനുസരിച്ചുള്ള ക്രമമാണ്. ഈ ക്രമം മലയാളത്തിൽ ഇത്ര കൃത്യമായി ചിട്ടപ്പെടുത്തിയത് നമ്മുടെ തുഞ്ചത്തെ ആചാര്യനാണ്. അദ്ദേഹം ഇത് വെറുതെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക മാത്രമല്ല ചെയ്തത്, തന്റെ ശിഷ്യന്മാരെ കൊണ്ട് ഇത് പകർത്തി എഴുതിച്ചു. ആയിരക്കണക്കിന് താളിയോലകളിൽ ഈ പുതിയ ലിപി പടർന്നു. ആളുകൾ ആദ്യമായി കണ്ടു, ഓഹോ, മലയാളം ഇത്ര ഭംഗിയായി എഴുതാൻ പറ്റുമോ? വട്ടെഴുത്തിന്റെ നൂൽപ്പുഴു രൂപത്തിൽ നിന്ന് ഉരുണ്ടു മനോഹരമായ മുത്തുകൾ പോലെയുള്ള അക്ഷരങ്ങളിലേക്കുള്ള മാറ്റം. അത് വായിക്കാൻ തന്നെ ഒരു പ്രത്യേക സുഖമായിരുന്നു. കണ്ണിന് കുളിർമ നൽകുന്ന അക്ഷരങ്ങൾ. സുഹൃത്തുക്കളെ, ഈ അക്ഷരങ്ങൾ ചിട്ടപ്പെടുത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് ജനങ്ങളെ പഠിപ്പിക്കുകയും വേണ്ടേ? അവിടെയാണ് ഹരിശ്രീ എന്ന വിപ്ലവം വരുന്നത്. ഹരിശ്രീ ഗണപതിയെ നമ എന്നത് അറിവിന്റെ പാസ്വേഡായി മാറിയത് ഇക്കാലത്താണ്. അതിനു മുൻപ് അക്ഷരം പഠിക്കുക എന്നത് വലിയ ചടങ്ങായിരുന്നു. എന്നാൽ എഴുത്തച്ഛൻ അത് ലളിതമാക്കി. മണലിൽ വിരൽ കൊണ്ട് ഹരിശ്രീ എന്നെഴുതിക്കൊണ്ട് ഏതൊരു കുഞ്ഞിനും അറിവിന്റെ ലോകത്തേക്ക് വരാം എന്ന അവസ്ഥയുണ്ടായി. തുഞ്ചൻ പറമ്പിലെ മണലിന് അക്ഷരങ്ങളുടെ ചൂടുണ്ടെന്ന് കവികൾ പാടിയിട്ടുണ്ട്. അദ്ദേഹം അക്ഷരങ്ങൾ പഠിപ്പിച്ചത് പുസ്തകം നോക്കിയല്ല, മറിച്ച് മണലിൽ എഴുതിയാണ്. എന്തുകൊണ്ടാണ് മണൽ? മണലിൽ എഴുതുമ്പോൾ തെറ്റിയാൽ മായ്ക്കാം, വീണ്ടും എഴുതാം. മാത്രമല്ല, വിരൽത്തുമ്പിലെ ഞരമ്പുകൾ തലച്ചോറുമായി നേരിട്ട് ബന്ധിച്ചിരിക്കുന്നു എന്ന് പഴയ വൈദ്യശാസ്ത്രം പറയുന്നു. മണലിലെ ആ സ്പർശനം കുട്ടികളുടെ ബുദ്ധി ഉണർത്തും. എഴുത്തച്ഛൻ ഒരു അധ്യാപകൻ കൂടിയായിരുന്നു എന്നിതിൽ നിന്ന് മനസ്സിലാക്കാം. ഇനി നമുക്ക് അദ്ദേഹം ഉപയോഗിച്ചിരുന്ന ആയുധത്തെക്കുറിച്ച് പറയാം. നാരായം, ഇരുമ്പിന്റെ കൂർത്ത ഒരു എഴുത്താണി. പച്ച പനയോലയിൽ അഥവാ താളിയോലയിൽ ഈ നാരായം കൊണ്ട് കുത്തി വരച്ചാണ് എഴുതുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. മഷിപ്പേനയോ കീബോർഡോ ഒന്നുമല്ല. നല്ല ബലം കൊടുത്ത് ഓല കീറിപ്പോകാതെ അക്ഷരങ്ങൾ കുത്തിവെക്കണം. അദ്ദേഹത്തിന്റെ വലതു കൈയിലെ നടുവിരലിൽ നാരായമുരസി വലിയൊരു തഴമ്പുണ്ടായിരുന്നിരിക്കണം. ആ തഴമ്പാണ് മലയാള ഭാഷയുടെ അടിത്തറ. ഓരോ അക്ഷരവും അദ്ദേഹം വിയർപ്പൊഴുക്കി കൊത്തിയെടുത്തതാണ്. ഈ 51 അക്ഷരങ്ങൾ അദ്ദേഹം തെരഞ്ഞെടുത്തപ്പോൾ അതിലൊരു വലിയ സാമൂഹിക നീതി കൂടിയുണ്ടായിരുന്നു. സംസ്കൃതം മാത്രം പഠിച്ചവർക്കറിയാവുന്ന ശബ്ദങ്ങളും തമിഴ് മാത്രം അറിയാവുന്നവർക്ക് വഴങ്ങുന്ന ശബ്ദങ്ങളും അദ്ദേഹം ഒരേ തട്ടിൽ കൊണ്ടുവന്നു. ഴ എന്ന അക്ഷരം മലയാളത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. അത് സംസ്കൃതത്തിലില്ല. അതുപോലെ ഋ എന്ന അക്ഷരം സംസ്കൃതത്തിലേതാണ്. ഇത് രണ്ടും ഒരേ അക്ഷരമാലയിൽ സ്ഥാനം പിടിച്ചു. അതായത് സവർണന്റെ ഭാഷയും അവർണന്റെ ഭാഷയും തുഞ്ചത്ത പറമ്പിൽ വെച്ച് കൈകോർത്തു. ഭാഷാപരമായ ഒരു ജാതിരഹിത സമൂഹം അദ്ദേഹം അവിടെ സൃഷ്ടിക്കുകയായിരുന്നു.
ഇന്ന് നമ്മൾ കാണുന്ന മലയാളം കീബോർഡ് അല്ലെങ്കിൽ യൂണിക്കോഡ് ഫോണ്ടുകളൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അടിസ്ഥാനപരമായി എഴുത്തച്ഛൻ അന്ന് സെറ്റ് ചെയ്ത ആ 51 അക്ഷരങ്ങളുടെ പാറ്റേണിലാണ്. 500 വർഷം മുൻപ് അദ്ദേഹം ഉണ്ടാക്കിയ ആ സോഫ്റ്റ്വെയർ ഇന്നും ബഗ്ഗുകളൊന്നുമില്ലാതെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വിഷൻ എത്ര വലുതാണെന്ന് ചിന്തിച്ചു നോക്കൂ. മറ്റൊരു രസകരമായ കാര്യം, അദ്ദേഹം കൊണ്ടുവന്ന ഈ ലിപി വായനയെ ജനാധിപത്യവൽക്കരിച്ചു എന്നതാണ്. വട്ടെഴുത്ത് വായിക്കാൻ പ്രത്യേക പരിശീലനം വേണം. എന്നാൽ ഈ പുതിയ ലിപി പഠിക്കാൻ എളുപ്പമാണ്. അക്ഷരവും ഉച്ചാരണവും തമ്മിൽ കൃത്യമായ ബന്ധമുണ്ട്. ക എന്നെഴുതിയാൽ ക എന്ന് തന്നെ വായിക്കും, ഖായാവില്ല. ഈ കൃത്യത വന്നതോടെ സാധാരണക്കാർക്ക് സ്വയം വായിക്കാമെന്ന ആത്മവിശ്വാസം വന്നു. ആരും വായിച്ചു തരേണ്ട ആവശ്യമില്ല. അറിവ് ആരുടെയും ഇടനിലയില്ലാതെ നേരിട്ട് മനുഷ്യരിലേക്ക് എത്താൻ തുടങ്ങി. അങ്ങനെ കേരളത്തിലെ വീടുകളിൽ രാമായണം വായിക്കുന്ന ശീലം വന്നപ്പോൾ കൂടെ ഈ അക്ഷരങ്ങളും കയറിച്ചെന്നു. മുത്തശ്ശിമാർ കൊച്ചുമക്കൾക്ക് അക്ഷരം പറഞ്ഞുകൊടുക്കാൻ തുടങ്ങി. അരിയും തിരിയും എന്ന ചൊല്ലു കേട്ടിട്ടില്ലേ? അക്ഷരവും വെളിച്ചവും ഒരുമിച്ചു വരുന്ന ആചാരങ്ങൾ. എഴുത്തച്ഛൻ തെളിച്ച ആ വെളിച്ചം അക്ഷരങ്ങളിലൂടെ തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. അദ്ദേഹം വെറുമൊരു കവിയല്ല, മലയാള ഭാഷയുടെ ശില്പി തന്നെയാണ്. അദ്ദേഹം പണിത ആ അക്ഷര കൊട്ടാരത്തിലാണ് നമ്മൾ ഇന്നും താമസിക്കുന്നത്. സുഹൃത്തുക്കളെ, രാമായണം എഴുതിക്കഴിഞ്ഞതോടെ നമ്മുടെ എഴുത്തച്ഛൻ ഒരു സൂപ്പർ സ്റ്റാറായി മാറിക്കഴിഞ്ഞിരുന്നു. സാധാരണക്കാരുടെ മനസ്സിൽ ഭക്തിയുടെ ഒരു വലിയ പ്രളയം തന്നെ അദ്ദേഹം സൃഷ്ടിച്ചു. എന്നാൽ അദ്ദേഹം അവിടെ നിർത്തിയില്ല. കാരണം രാമായണം എന്നത് ഒരു ആദർശ ലോകമാണ്. രാമൻ മര്യാദാ പുരുഷോത്തമനാണ്. അനിയന്മാർ ജ്യേഷ്ഠനെ ദൈവത്തെപ്പോലെ കാണുന്നു. ഭാര്യ ഭർത്താവിനെ നിഴൽ പോലെ അനുഗമിക്കുന്നു. എന്നാൽ യഥാർത്ഥ ജീവിതം അങ്ങനെയാണോ? അല്ല. യഥാർത്ഥ ജീവിതത്തിൽ കുടുംബവഴക്കുണ്ട്, സ്വത്ത് തർക്കമുണ്ട്, ചതിയുണ്ട്, അസൂയയുണ്ട്. ഇതൊക്കെ ഉള്ളൊരു കഥ കൂടി ജനങ്ങൾക്ക് വേണം. ജീവിതത്തിന്റെ ഈ കറുപ്പും വെളുപ്പും കലർന്ന യാഥാർത്ഥ്യങ്ങൾ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം തിരഞ്ഞെടുത്ത അടുത്ത വമ്പൻ പ്രോജക്റ്റാണ് ശ്രീ മഹാഭാരതം കിളിപ്പാട്ട്. ഇതൊരു ചെറിയ കളിയല്ല കേട്ടോ. രാമായണം എന്നുവെച്ചാൽ ഏകദേശം 24,000 ശ്ലോകങ്ങളാണ്. എന്നാൽ മഹാഭാരതമോ? അത് 1,00,000-ലധികം ശ്ലോകങ്ങളുള്ള ഒരു മഹാസമുദ്രമാണ്. ഇതിലില്ലാത്തത് ഒന്നിലുമില്ല എന്നാണ് ചൊല്ല്. ഇത്രയും ഭീമാകാരമായൊരു ഗ്രന്ഥത്തെ മലയാളത്തിലേക്ക്, അതും ലളിതമായ കിളിപ്പാട്ട് രൂപത്തിലേക്ക് മാറ്റുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഒരാനയെ മൺകുടത്തിൽ ഒതുക്കാൻ നോക്കുന്നത് പോലെ. പക്ഷേ എഴുത്തച്ഛൻ എന്ന മാന്ത്രികൻ അതും സാധിച്ചെടുത്തു. മഹാഭാരതം കിളിപ്പാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം തന്റെ തന്ത്രം ഒന്ന് മാറ്റിപ്പിടിച്ചു. വ്യാസന്റെ മഹാഭാരതത്തിലെ നീളൻ ചർച്ചകളും ഉപകഥകളും കാടുകയറിയുള്ള വർണ്ണനകളുമൊക്കെ അദ്ദേഹം വെട്ടിമാറ്റി. പകരം കഥയുടെ കാമ്പ് മാത്രമെടുത്തു. ഇവിടെയും അദ്ദേഹം ഭക്തിക്ക് തന്നെയാണ് മുൻതൂക്കം നൽകിയത്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള തല്ലിനേക്കാൾ അദ്ദേഹം പ്രാധാന്യം നൽകിയത് ശ്രീകൃഷ്ണൻ എന്ന സൂത്രധാരനിലേക്കാണ്. വ്യാസന്റെ കൃഷ്ണൻ ഒരു ഗംഭീര രാഷ്ട്രീയക്കാരനും നയതന്ത്രജ്ഞനുമാണെങ്കിൽ എഴുത്തച്ഛന്റെ കൃഷ്ണൻ ഭക്തരെ കാത്തുരക്ഷിക്കുന്ന ഓമന തിങ്കളാണ്. കണ്ണ, കാർവർണ എന്ന് വിളിക്കുമ്പോൾ ഉരുകിപ്പോകുന്ന ഒരു ദൈവം. ഈ കൃതി എഴുതുമ്പോൾ എഴുത്തച്ഛന്റെ മനസ്സ് എത്രമാത്രം സംഘർഷഭരിതമായിരുന്നിരിക്കണം. കാരണം മഹാഭാരതത്തിലെ കഥാപാത്രങ്ങൾ രാമായണത്തിലെ പോലെ സിമ്പിളല്ല. ധർമ്മപുത്രരെന്ന് വിളിക്കുന്ന യുധിഷ്ഠിരൻ പോലും കള്ളം പറയുന്നുണ്ട്. ഭീഷ്മരെ പോലുള്ള വലിയ മനുഷ്യർ അധർമ്മത്തിന്റെ കൂടെ നിൽക്കുന്നു. ഈ സങ്കീർണതകളെ അദ്ദേഹം മലയാളികൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ വിധിവിശ്വാസത്തിന്റെ മേമ്പടിയോടെ അവതരിപ്പിച്ചു. എല്ലാം വിധിയാണ് അല്ലെങ്കിൽ കൃഷ്ണന്റെ ലീലയാണ് എന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമുണ്ടല്ലോ, അത് വെച്ച് അദ്ദേഹം യുക്തിയുടെ ചോദ്യങ്ങളെ നേരിട്ടു. ഇവിടെയും കഥ പറയുന്നത് നമ്മുടെ പഴയ കിളി തന്നെയാണ്. പക്ഷേ ആ കിളിക്ക് ഇപ്പോൾ കുറച്ചുകൂടി പക്വത വന്ന പോലെ തോന്നും. യുദ്ധത്തിന്റെ ഭീകരതയും ചോരപ്പുഴകളും ഒക്കെ വർണ്ണിക്കുമ്പോൾ ആ കിളിയുടെ ശബ്ദത്തിൽ ഒരു വിറയൽ നമുക്ക് അനുഭവപ്പെടാം. ഗാന്ധാരിയുടെ വിലാപമൊക്കെ എഴുതുമ്പോൾ എഴുത്തച്ഛന്റെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ടാകണം. ആ കണ്ണീർ ഉണങ്ങിയ പാടുകൾ ഒരുപക്ഷെ ആ താളിയോലകളിൽ വീണിട്ടുണ്ടാകാം. മഹാഭാരതം കിളിപ്പാട്ടിൽ അദ്ദേഹം ഭഗവത്ഗീതയെ കൈകാര്യം ചെയ്ത രീതി അത്ഭുതകരമാണ്. 700 ശ്ലോകങ്ങളുള്ള ഗീതയെ അദ്ദേഹം വളരെ ചുരുക്കി, എന്നാൽ അതിന്റെ സത്ത ഒട്ടും ചോർന്നുപോകാതെ മലയാളത്തിലാക്കി. അർജുനൻ